കളറൊന്നും ചേർക്കാതെ തന്നെ ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു പുഡിങ് തയ്യാറാക്കാൻ നമുക്ക് പപ്പായ തന്നെ വേണം. 2 ലെയറായിട്ടാണ് ഞാനിന്ന് ഈ പപ്പായ പുഡിങ് തയ്യാറാക്കുന്നത്. ആദ്യം എടുക്കേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് പപ്പായയാണ്. പപ്പായ മുഴുവനൊന്നും എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല മധുരമുള്ള നല്ല കളറുള്ള ഒരു പപ്പായയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അതൊന്ന് ചെറുതാക്കി മുറിച്ച് മിക്സിയിലിട്ട് ഒന്ന് നന്നായി അടിച്ചെടുക്കുക. ഒരു ചെറിയ മാങ്ങ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്നൊന്നുമില്ല, എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് ചേർത്തു എന്നേ ഉള്ളൂ. ഇനി 1 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നവരാണെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ആ സമയം നമുക്ക് ഇതിലേക്ക് ചൈന ഗ്രാസ് ചേർക്കാം. അതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ചൈന ഗ്രാസ് ഒന്ന് വെള്ളം ചേർത്ത് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരിപ്പയിൽ ഒഴിച്ച് പുഡിങ്ങിലേക്ക് ചേർക്കുക. ചൈന ഗ്രാസ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം അത് നമുക്കൊരു പുഡിംഗ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലുള്ള അടുത്ത ലെയർ തയ്യാറാക്കാം. 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് മിൽക്ക് പൗഡർ കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറുക്കിയെടുക്കുക. പഞ്ചസാരയും ചേർക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുക. ഇതിലേക്ക് ഒരു 5 ഗ്രാം ചൈന ഗ്രാസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതെല്ലാം അതിലൊന്ന് മെൽട്ടാവുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി തന്നെ കൊടുക്കുക. ചൈന ഗ്രാസ് കുതിർത്ത് ഒന്ന് അലിയിച്ചതിന് ശേഷം നിങ്ങൾക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരിട്ട് തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അത് കൈവിടാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ചൈന ഗ്രാസൊക്കെ ഒന്ന് അതിൽ ലയിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്ക് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ പപ്പായ പുഡിങ്ങൊക്കെ ഒന്ന് സ്റ്റിഫായിട്ടുണ്ട്. അതിന് മുകളിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ മിൽക്ക് പുഡിങ്ങും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അടച്ച ശേഷം അത് ഫ്രിഡ്ജിലോട്ട് മാറ്റുക. ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. പപ്പായ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. അതുമാത്രമല്ല കൂടുതൽ സാധനങ്ങളും ആവശ്യമില്ല. പാലും പഞ്ചസാരയും മാത്രം ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള പുഡിങ് നമുക്ക് തയ്യാറാക്കാം. മാത്രമല്ല ചില കുട്ടികൾക്കൊന്നും പപ്പായ നമ്മളങ്ങനെ മുറിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അവരങ്ങനെ കഴിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പുഡിങ്ങൊക്കെ ആക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ്.